അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ അല്പം കേടായ ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓറഞ്ച് നമ്മളെടുത്ത് ഒന്ന് തോലൊക്കെ ഒന്ന് ചെറുതായി നുറുക്കി ഓറഞ്ച് കൂടെ ചേർത്ത് ഓറഞ്ച് കൂടെ ഒന്ന് ആക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് പിന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് പീൽ ചെയ്തുകൊണ്ടെങ്കിൽ അതും ചേർക്കുക. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കുക. അരയുന്നില്ലെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ഫ്ലോർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ റൈസ് ഫ്ലോർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത ഈ പേസ്റ്റ് നമുക്ക് ഇതുപോലെ ബോട്ടിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അല്പം 1 സ്പൂൺ എങ്ങാനും ആവശ്യത്തിന് എടുത്ത് നമുക്കിതുപോലെ, ഇത് ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടി ചേർന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അല്പം റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ മിക്സ് ചെയ്ത് നമുക്കിത് മുഖത്ത് പരട്ടാവുന്നതാണ്. ഇത് ബ്രൗൺ സ്പോട്ട്സ് പോകാനും അതുപോലെ മുഖം കളർ വയ്ക്കാനും ഒക്കെ ഈ പാക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് പറ്റുമ്പോൾ അല്പം ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലീച്ചിങ് ചെയ്യാറുണ്ടല്ലോ, ചില പാക്കറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ച് മുഖത്ത് ബ്ലീച്ച് ചെയ്യുമ്പോൾ ഒരു അല്പം ചെറിയ നീറ്റിലുണ്ടാവില്ലേ, അതുപോലെ ഈ ഓറഞ്ചിൻ്റെ ഈ പുളി കാരണം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു നീറ്റിൽ മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് പരട്ടി നമ്മൾ മുഖത്ത് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും. പിന്നെ നല്ല കളർ, മുഖത്തിനൊക്കെ നല്ല കളർ വയ്ക്കാനും പിന്നെ ബ്രൗൺ സ്പോട്ട്സൊക്കെ ക്ലിയർ ആവാനും, അതുപോലെ ഏക്നെയൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിമ്പിൾസ് ഇതെല്ലാം മാറാനും അതിൻ്റെ സ്കാർസ് ഒക്കെ മാറാനും ഇത് വളരെ ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.